ഹലോ ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 4th ചാപ്റ്ററായിട്ടുള്ള ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ് എന്ന ഒരു ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അതിൽ ഫസ്റ്റ് നമുക്കറിയാം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ എല്ലാ ഓർഗാനിസത്തിൻ്റെയും വിവിധ തരം മൂവ്മെൻറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൽ. അല്ലാതെ കോമൺ ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ഇതൊക്കെ നമ്മുടെ എല്ലാവരിലും കോമൺ ആയിട്ട് കാണാറുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഓർഗാനിസം ആൻഡ് ദെയർ മീൻസ് ഓഫ് മൂവ്മെൻറ്റ് ആർ ഗിവൺ ബിലോ. അതിൽ കുറച്ച് ഓർഗാനിസവും അതിൻ്റെ മൂവ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വന്നിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് യുഗ്ലീനയാണ്. ദെൻ ഫ്രോഗ്, വെയിൽ, പാരമീസൊക്കെ വന്നിട്ടുണ്ട്. യുഗ്ലീനയെ നോക്കിയാൽ നമുക്കറിയാം, യുഗ്ലീനയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലജെല്ല ആണ്. യുഗ്ലീനയുടെ മൂവ്മെൻറ്റിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഫ്ലജെല്ല ആണ്. അതേപോലെ ഫ്രോഗിനെ നമുക്കറിയാം കൈകാലുകൾ വെച്ചിട്ടാണ്, ലിംസ് വെച്ചിട്ടാണ്. ദെൻ വെയിൽസിന് ഫ്ലിപ്പേഴ്സ് വെച്ചിട്ടാണ്. ദെൻ പാരമീസിയത്തിന് സീലിയ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാം വാട്ട് എനേബിൾസ് മൂവ്മെൻറ്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ് നടക്കുന്നത് തീർച്ചയായിട്ടും ബോൺസും അതേപോലെ മസിൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സിന് അതിൻ്റെ മസിൽസിൻ്റെ കോൺട്രാക്റ്റ്, റിലാക്സിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മസിൽ ടിഷ്യൂവിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ഫിലമെൻറ്റ്, അതായത് 2 പ്രോട്ടീൻ ഫിലമെൻ്റാണ് ആക്റ്റിനും മയോസിനും. അപ്പോൾ അതിനെ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ഒബ്സർവ് ദി ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ഫില്ലിംഗ് ഇൻ എ ആൻഡ് ബി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, മയോസിനും ആക്റ്റിനും, അതായത് ആക്റ്റിൻ എ എന്ന് പറയുന്നത് ആക്റ്റിനാണ്, ബി എന്ന് പറയുന്നത് മയോസിനാണ്. ഇനി എങ്ങനെയാണ് ആക്റ്റിനും മയോസിൻ്റെയും ആ ഒരു ആക്ഷൻ എങ്ങനെയാണ് നമ്മൾ ബോഡി പാർട്സിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പാക്കുന്നത്? നമുക്കറിയാം, ആക്റ്റിൻ എന്ന് പറയുന്നത് ഈ ഇരുഭാഗങ്ങളിലുമായിട്ട് കാണുന്നതാണ് ആക്റ്റിൻ, സെൻട്രൽ കാണുന്നതാണ് മയോസിൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ആക്റ്റിൻ കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഇത് കോൺട്രാക്റ്റ് ചെയ്യും, റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പറയുന്ന ആക്റ്റിനും മയോസിനും കോൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ബൈ ദി ആക്ഷൻ ഓഫ് ദീസ് ഫിലമെൻറ്റ് മസിൽസ് കോൺട്രാക്റ്റ് ആൻഡ് റിലാക്സ്, ദിസ് എനേബിൾസ് ദ ബോഡി മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെയും റിലാക്സിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ മസിലുകൾ മൂവ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ കുറച്ച് മസിൽസിനെ പറ്റി പഠിക്കുന്നുണ്ട്. സ്കെൽറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, ദെൻ കാർഡിയാക് മസിൽ. ഓക്കെ, അതിൽ സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത് നമുക്കറിയാം അറ്റാച്ച്ഡ് ടു ദ ബോൺ, സിലിണ്ടറിക്കൽ ഷേപ്സ് ആണ്, സ്ട്രയേഷൻസ്, വരകൾ കാണാൻ കഴിയും, ബ്രാഞ്ചുകളില്ല, വോളണ്ടറി കൺട്രോൾഡ് മസിലാണ്. അതായത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. നമ്മുടെ കൈ കാലുകൾ നിവർത്തുക, മടക്കുക, ഓടുക, ഇതൊക്കെയാണ് അത് നമ്മുടെ നിയന്ത്രണത്തിനുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഐച്ഛിക പ്രവർത്തനങ്ങൾ അഥവാ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇത് എന്താണ്, ഒരു വോളണ്ടറി കൺട്രോൾഡ് മസിലാണ് സ്കെൽറ്റൽ മസിൽ അഥവാ നമ്മുടെ അസ്ഥി പേശി എന്ന് പറയുന്നത്. ദെൻ പിന്നെ പഠിക്കുന്നതാണ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പോൾ എന്താണ്, സോഫ്റ്റ് മസിലാണ്, അതായത് മൃദുല പേശിയാണ്. അപ്പോൾ ഇതും എന്താണ്, സ്പിൻഡിൽ ഷേപ്പ്ഡാണ്. അതേപോലെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലാണ് ഇവയെ കാണുക. അപ്പോൾ ഇതും ഇൻവോളണ്ടറി മസിലാണ് കേട്ടോ. ഇവിടെ വോളണ്ടറി എന്നാണുള്ളത്, ജസ്റ്റ് ഒന്ന് അവിടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഇതും ഇൻവോളണ്ടറി മസിലാണ്. ഓക്കെ, ഇവിടെ ഇൻവോളണ്ടറി എന്ന് കൊടുക്കണേ. ഇൻവോളണ്ടറി മസിലാണ് ഇത്. നമ്മുടെ ഇച്ഛക്കനുസരിച്ചിട്ടാണോ ഡൈജഷനും നമ്മുടെ ബോഡിക്ക് അകത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അല്ല. അപ്പോൾ ഇതും ഇൻവോളണ്ടറി മസിലാണ്. ദെൻ പിന്നെ ഉള്ളതാണ് നമ്മുടെ കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന മസിലാണ് നമ്മുടെ കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും സിലിണ്ടറിക്കൽ ബ്രാഞ്ചഡ് ആണ്. ഇത് ബ്രാഞ്ചഡ് ആണ്. ബാക്കി 2 പേർക്ക് ഇല്ലാത്തൊരു പ്രത്യേകത, ഇത് ബ്രാഞ്ചഡ് ആയിട്ടുള്ളൊരു മസിലാണ്, ഇൻവോളണ്ടറി മസിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻസ് കാണാം. ഇവിടെ 3 പിക്ക് തന്നിട്ടുണ്ട്. എ, ബി ആൻഡ് സി ആണ് കേട്ടോ. അത് സി തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ എ, ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ
എ ഏതാണ്, ബി ഏതാണെന്നാണ്. എ എന്ന് പറയുന്നത് നമുക്കറിയാം സ്കെൽറ്റൽ മസിലാണ്, അസ്ഥിപേശിയാണ്. ബി എന്ന് പറയുന്നത് സ്മൂത്ത് മസിലാണ്, മൃദുലപേശിയാണ്. ദെൻ സി എന്ന് പറയുന്നത് കാർഡിയാക് മസിൽ, ഹൃദയപേശിയാണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ സിമിലാരിറ്റി, എന്തൊക്കെ സാമ്യതകളാണ് ബിയും സിയും തമ്മിലെന്ന് ചോദിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, രണ്ട് പേരും ഇൻവോളണ്ടറി മസിലാണ്, അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നവരാണ്. പിന്നെ സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും അല്ലേ. നമ്മൾ കുറച്ച് നേരം ഹാർട്ട് ബീറ്റ് ഒന്ന് നിർത്തി വെക്കുക, സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ അത് ഇൻവോളണ്ടറി മസിൽസാണ് കാർഡിയാക്കും സ്മൂത്ത് മസിലും. സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്